ഹലോ. എടാ ജോർജ്, എടാ ചേട്ടാ, എടാ ചേറ്റെ, നീ കുഞ്ഞുനാളിൽ അമ്മയുടെ മുലപ്പാലോ പട്ടിയുടെ മുലപ്പാലോ കുടിച്ചത്? എടാ, സ്ത്രീകളെ പറ്റി അപവാദം പറഞ്ഞുണ്ടാക്കുമ്പോൾ നീയൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കണം. നിനക്കും ഒരു അമ്മയില്ലായിരുന്നു, നിനക്കൊരു സഹോദരി ഇല്ലായിരുന്നു, നിനക്കൊരു പെൺകുട്ടി ഇല്ലായിരുന്നു. നീ ഇതൊക്കെ തിരിഞ്ഞു നോക്കണ ചേറ്റെ. നീ എന്താടാ നീ സോഷ്യൽ മീഡിയത്തിലൊക്കെ നീ പ്രചരിച്ചിരിക്കുന്ന പെണ്ണുങ്ങളുടെ മുലപ്പാൽ കുടിച്ചല്ലേടാ നീ വളർന്നത്? നീ അമ്മയുടെ മുലപ്പാലല്ലേടാ കുടിച്ചത്? നീ പട്ടിയുടെ പാലാണോ? പട്ടിക്ക് വരെ അപവാദമാണ് നിന്നെപ്പറ്റി പറയുമ്പോൾ. അറിയോ? നായിക്കടെ വിവരം വരെ ഇല്ലടാ നിനക്ക്. നീ 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 ഏത് കോത്തായത്തുകാരനാടാ? നാറി ചേറ്റ പരനാറി. നിന്നെയൊക്കെ എവിടുന്നാടാ സൃഷ്ടിച്ചത്? നീ ഒരു പെണ്ണിനെ കൊണ്ട് പറഞ്ഞോ? എടാ, നിൻ്റെ വീട്ടിലുള്ളവർക്ക് ആർക്കെങ്കിലും കഴിഞ്ഞോ അങ്ങനെ ഒരു വാക്കുകൾ പറയാനും അങ്ങനെ ഒന്ന് പ്രവർത്തിക്കാനും? ഈ പ്രളയത്തിൽ മുങ്ങി എത്ര ജനമാടാ മരിച്ചത്? അവരുടെ കണ്ണീര് നീ, ആ കുടുംബത്തിൻ്റെ കണ്ണീര് നീ കണ്ടോടെ ചേറ്റെ? നീ എവിടുന്നാടാ ഉണ്ടായത്? നിനക്ക് ആത്മഹത്യ ചെയ്തുകൂടാടാ നിനക്ക് പോയിട്ട്? നീ ആ വർത്താനം പറഞ്ഞതിന് നിനക്ക് നാണം മാനം മര്യാദ ഉണ്ടോടാ ചേറ്റെ നാറി? നീ എവിടുന്നാടാ? നീ എവനാടാ നായേ? നീ പറയുന്നു നീ ആ അമ്മയ്ക്ക് എടാ സ്വത്തും മുതലൊന്നും ഇല്ലാത്തവർ അങ്ങനെ തന്നെ അവരെ കൊണ്ട് കഴിയുന്നതാ ചെയ്യുന്നത്. അവർക്ക് പണമില്ല, മുതലില്ല, കൊടുക്കാൻ ഒരാസ്തിയില്ല. അപ്പം അവർ കഴിയുന്നാടാ ചെയ്തത്. നിന്നെ കൊണ്ട് കഴിയുന്നുണ്ടോ ചേറ്റെ പാട്ടി? നീ ജോർജിയോ അതോ നീ പൂഞ്ഞാട്ടുകാരനാടാ? ഏത് പൂഞ്ഞാട്ടുകാരനാടാ നീ? നിനക്ക് എന്താടാ നിനക്ക് പറയാനുള്ള യോഗ്യത? നിനക്ക് ചാത്തൂടാടാ നീ ഒരു പെണ്ണിനെ പറ്റി പറഞ്ഞപ്പോൾ? നീ അമ്മേൻ്റെ മുലപ്പാൽ കുടിച്ചല്ലേ നീ വളർന്ന്? എടാ, വയനാടിലെ പ്രളയത്തിന് നീ നോക്കട ചേറ്റെ. നിന്നെപ്പോലത്തെ മനസ്സുള്ള ഏതെങ്കിലും ഒരുത്തനുണ്ടോന്ന് അവിടെ? ഏതെങ്കിലും ഒരു മനുഷ്യന്മാരുണ്ടോന്ന്? നീ ഒരു ചേറ്റ തേണ്ടി നാറി പരനാറി പെണ്ണുങ്ങളെ പറ്റി പറയുന്നു. എടാ, അമ്മിഞ്ഞപ്പാൽ കുടിച്ച് വളർന്ന ഒരു അങ്ങനെയാണ് നീ ഇങ്ങനത്തെ ചേട്ടത്തരം പറയൂടാ ചേറ്റ ജോർജാ ഒരു ചേട്ടൻ. എന്ത് ചേട്ടൻ? എന്ത് കോത്തായത്തിലെ ചേട്ടനാടാ നീ? നീ മനുഷ്യനാണോടാ പരനാറി ചേറ്റെ? ഞങ്ങൾ ഈ 10 ദിവസം കഴിഞ്ഞിട്ട് നിന്നോട് 4 വർത്താനം പറയണമെന്ന് വിചാരിച്ചായിരുന്നു ഞാൻ നിന്നത്. അറിയോ? 10 ദിവസം കഴിഞ്ഞിട്ട് നിന്നോട് ഒരു 10 വർത്താനം പറയണമെന്ന്. എടാ ചേറ്റെ, നിനക്ക് സോഷ്യൽ മീഡിയത്തിലോ, നിനക്ക് വാട്സപ്പിലോ, നിനക്ക് ഫേസ്ബുക്കിലോ, നിനക്ക് എന്ത് മറ്റടുത്താണോ നിനക്കുള്ളത്? നീ പെണ്ണുങ്ങളെ അപമാനിക്കുന്നോ ചേറ്റ തായോളി? നീ അപമാനിക്കടാ നീ. നീ നേരിട്ട് വാടാ. നിന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട് നിന്നെ ചൂലല്ലേ വെച്ച് അടിക്കുന്നത്. അറിയോ? ചാണകത്തിൽ മുക്കിയിട്ടായിരിക്കും അടിക്കുക നിൻ്റെ മോന്തക്കിട്ട്. നീ ഞങ്ങൾ ഇതൊക്കെ ഈ വേദനയൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പ്രതികരിക്കാണ്ടിരുന്നത്. നിന്നെപ്പോലെ ഒരു ചേറ്റ ഈ ലോകത്തിലുണ്ടോടെ ചേറ്റ തായോളി? അവൻ അങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നു. മുലപ്പാൽ കൊടുക്കാൻ ഒരു അമ്മ വന്നു കഴിഞ്ഞാൽ ആ അമ്മയുടെ മനസ്സ് നീ ചിന്തിക്കടാ. ആ പെണ്ണിൻ്റെ മനസ്സ് ചിന്തിക്കടാ. നിനക്കും ഇല്ലടാ അമ്മയും പെങ്ങളും മക്കളൊക്കെ. ചേറ്റ പാട്ടീനേക്കാളും കഷ്ടമാണ് നീ. അറിയോ? പട്ടിയും മക്കൾക്ക് പാല് കൊടുക്കും. നീ ആ പട്ടിയിലും പെട്ടതല്ല. നീ കാണ്ടാമൃഗാടാ, കാണ്ടാമൃഗം ചേറ്റ. നിന്നെയൊക്കെ ഉണ്ടല്ലോ അടിച്ച് കണ്ണ് പൊട്ടിക്കാൻ ലോകത്തിലെ ആൾക്കാരില്ലാത്തതുകൊണ്ടാ. എടാ, പാവങ്ങളെ കണ്ണീര് കാണടാ. വയനാട്ടിലെ സ്ഥിതിഗതികൾ കാണടാ ചേറ്റ. കണ്ണിലെന്താടാ നിൻ്റെ തീക്കുന്തം വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? തീപ്പന്തം കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ടോ അവിടെ നിൻ്റെ കണ്ണിൽ? വയനാട്ടിൻ്റെ സ്ഥിതി എന്താ? നീ എന്താടാ വിചാരിച്ചത്? എത്ര കുഞ്ഞുങ്ങളാടാ അനാഥമായി പോയത്? ഈ അനാഥമായ കുഞ്ഞുങ്ങൾക്ക് ഇനി അവരുടെ അച്ഛനും അമ്മേനെയും തിരിച്ചു കിട്ടുമോ? കിട്ടുമോ? പോയവരെ തിരിച്ച് കിട്ടുമോ? നിൻ്റെ അച്ഛനും അമ്മയും മരിച്ചിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വരുവാടാ ചേറ്റെ? വരുവാടാ? നിൻ്റെ അമ്മ ഇനിയും നിനക്ക് മുലപ്പാൽ തരാൻ തിരിച്ചു വരുമോ? അവന് കുഞ്ഞുനാളിൽ പാല് കുടിച്ച രുചി ഇപ്പോഴും അറിയണം പോലും. നീ ഇങ്ങോട്ട് വാടാ. നീ ഞങ്ങളെ പെണ്ണുങ്ങളുടെ അടുത്തേക്ക് വാടാ. നീ സമൂഹത്തിലേക്ക് ഇറങ്ങടാ. 10 പെണ്ണുങ്ങളുടെ ഇടയ്ക്ക് നിനക്ക് പാലല്ല തരിക ഞങ്ങൾ. നിൻ്റെ മറ്റൊടുത്തോടെ ആസറ്റ് അലക്കി ഒഴിക്കും. മനസ്സിലായോ? പെണ്ണുങ്ങളെ കൊണ്ട് അപവാദം പറഞ്ഞുണ്ടാക്കുന്നു. എടാ, പെണ്ണുങ്ങൾ സ്വയം അല്ല നാശാകുന്നത്. നിന്നെപ്പോലെയുള്ള ചെറ്റകളുണ്ടല്ലോ നാശാകുക. നിൻ്റെ വീട്ടിൽ നിനക്ക് പെമ്മക്കളൊന്നും ഇല്ലേടാ? ചേറ്റെ, നിനക്ക് പെമ്മക്കളൊന്നുമില്ലേ? ജോർജ് ചേട്ടനാ പോലും. ജോർജ് തെണ്ടി എന്നല്ലേ പറയേണ്ടവനെ? തെണ്ടി ചേറ്റ പാട്ടി. ജോർജ് ചേട്ടൻ. എവിടുത്തെ ചേട്ടനാ? ആരുടെ എവിടുത്തെ ചേട്ടനാ അവൻ? ചേട്ടൻ ചട്ടൻ എന്ന് വിളിക്കണം അവനെ. ലൂസ് ഏമ്പോക്കി തായോളി. കേസ് വരട്ടെടാ, ഞങ്ങളെ പേരിൽ കേസ് വരട്ടെ.
ഇത്രയും ജനങ്ങൾ 14,000 ജനങ്ങൾ കഷ്ടപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ കൂടി കഴിയുക. മക്കള്, കുഞ്ഞി മക്കള്, അമ്മ നഷ്ടപ്പെട്ട മക്കള്, അച്ഛൻ നഷ്ടപ്പെട്ട മക്കള്, സഹോദരങ്ങൾ നഷ്ടപ്പെട്ട ജനങ്ങൾ, സഹോദരികൾ നഷ്ടപ്പെട്ട, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ജനങ്ങൾ. എടാ അവിടെ ഉണ്ടായിരുന്നു ആ മൃഗങ്ങളെ ബുദ്ധി ഉണ്ടോടാ നിനക്ക്? അവിടെ ഒറ്റപ്പെട്ടു പോയാ മൃഗങ്ങളെ ബുദ്ധി ഉണ്ടോടാ നിനക്ക്? ചേറ്റ, നീ എൻ്റെ പേരിൽ കേസ് കൊടുക്കടാ. ഞാൻ ഏത് കോടതിയിലാന്ന് വെച്ചാൽ പൊയ്ക്കോളാം. ഏത് ജയിലിലാന്നാ കിടന്നോളാം. ഒരു മുലപ്പാൽ കൊടുക്കാൻ ഒരു പെൺകുട്ടി തയ്യാറായി എന്ന് പറഞ്ഞപ്പോൾ അവനത് പൊള്ളിപ്പോയി. മുല എന്ന് പറഞ്ഞാൽ എന്താടാ? ഇത്ര വലിയ മോശപ്പെട്ട സാധന ആണോ? ഒരു കുഞ്ഞ് ജനിച്ച ആ കുഞ്ഞിന് ആ സ്ഥാനം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അതറിയില്ല നിനക്ക്? ഇല്ലേ? എടാ, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് അടുത്ത ഒരു അമ്മയുണ്ട്, ആ അമ്മ പാല് കൊടുക്കും. അത് സമൂഹത്തിൽ പറയുന്ന കാര്യങ്ങളാണ്, വേണ്ടപ്പെട്ട കാര്യങ്ങളാണ്. നീ എന്തൊരു ചേട്ടയാടാ? ജോർജ് ചേട്ടനാ പോലും. ജോർജ് ചേട്ടനല്ല, ജോർജ് കണ്ടാമൃഗം. അവൻ്റെ പേരാണ് കാണ്ടാമൃഗം. ചേട്ട.